പോലീസ് ആസ്ഥാനത്തേക്ക് KSU നടത്തിയ മാർച്ച് അക്രമാസക്തമായി. പോലീസും പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടി. പോലീസിന് നേരെ പ്രവർത്തകർ മുളകുപൊടിയും മുട്ടയും എറിഞ്ഞു. ലാത്തിചാർജിൽ മാത്യു കുഴൽനാടൻ MLA ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് പരിക്കേറ്റു. മാർച്ചിനെതിരെ പോലീസ് പിന്നീട് കേസെടുത്തു. നരനായാട്ട് നടത്തിയവരോട് കോൺഗ്രസ് കണക്ക് ചോദിക്കുമെന്ന് KPCC അധ്യക്ഷൻ K. സുധാകരൻ പറഞ്ഞു. സമരം ഏറ്റെടുക്കാനാണ് KPCC തീരുമാനം. കാണാം ഇന്നത്തെ ലീഡ് സ്റ്റോറി. KPCC ഓഫീസിൽ നിന്ന് ആരംഭിച്ച KSU മാർച്ച് DGP ഓഫീസിലേക്ക് എത്തും മുൻപ് വഴിനീളെ കണ്ട നവകേരള സദസ്സിന്റെ ഫ്ലക്സ് ബോർഡുകളെല്ലാം അടിച്ചു തകർത്തു. സമരം മാത്യു കുഴൽനാടൻ MLA ഉദ്ഘാടനം ചെയ്തതിന് തൊട്ടു പിന്നാലെ പ്രവർത്തകരുടെ പ്രകോപനം. ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് 2 തവണ ജലപീരങ്കി പ്രയോഗിച്ചു. പിന്നാലെ പ്രവർത്തകർ കയ്യിൽ കരുതിയിരുന്ന മുളകു നിറച്ച മുട്ട പോലീസിന് നേരെ എറിഞ്ഞു. ഒപ്പം ഗോലികളും. ഇന്നലെ കണ്ട ശാന്തരായ പോലീസായിരുന്നില്ല പിന്നീട് പ്രവർത്തകരെ വളഞ്ഞിട്ട് തല്ലി. KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ, വൈസ് പ്രസിഡന്റ് ആൻ സെബാസ്റ്റ്യൻ തുടങ്ങിയ നേതാക്കൾ ഉൾപ്പെടെയുള്ളവരെ പോലീസ് വളഞ്ഞിട്ട് മർദ്ദിച്ചു. ഒരു പത്മവ്യൂഹം തീർത്ത് KSU പ്രവർത്തകരെ അടിച്ചമർത്തുന്ന സാഹചര്യമാണ് നിങ്ങൾ കണ്ടത്. എത്ര പത്മവ്യൂഹം തീർത്താലും അതിശക്തമായിട്ടുള്ള സമരങ്ങളായിട്ട് കേരളത്തിന്റെ 14 ജില്ലകളിൽ ഞങ്ങൾ ഉണ്ടാകും. അതിഭീകരമായിട്ടുള്ള ആക്രമണമാണ് കേരള പോലീസ് അഴിച്ചുവിട്ടിരിക്കുന്നത്. വളരെ സമാധാനപരമായി സമരത്തിലേക്ക് കടന്നു വന്ന ഞങ്ങളുടെ സഹപ്രവർത്തകരെ വളഞ്ഞിട്ട് ഉള്ള അതിഭീകരമായിട്ടുള്ള ആക്രമണങ്ങൾക്കാണ് നേതൃത്വം കൊടുത്തത്. നമ്മളിത് കേരള പോലീസിന്റെ സമരങ്ങളോടുള്ള ഇരട്ടത്താപ്പായി നമുക്ക് കാണാം. മാത്യു കുഴൽനാടൻ MLA പോലീസ് മർദ്ദിച്ചുവെന്നും ആരോപണം. പോലീസ് ലാത്തിച്ചാർജ് തുടങ്ങി മറ്റ് പ്രവർത്തകരെ മർദ്ദിക്കുകയും ചെയ്യുകയാണ്, അടിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ ആ സമയത്ത് അങ്ങനെ വന്ന് ഞങ്ങളുടെ ഒരു പ്രവർത്തകൻ മർദ്ദനമേറ്റ് വീണു. ആ വീണ് കിടക്കുന്ന ചോരയൊലിപ്പിക്കുന്ന പ്രവർത്തകനെ വളഞ്ഞിട്ട് 4-5 പോലീസുകാർ അടിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഞാൻ പോയി ഇനി അടിക്കരുതെന്ന് പറഞ്ഞ് തടുക്കുമ്പോൾ എനിക്ക് കയ്യിലും ഇവിടെ ഈ ഭാഗത്തായിട്ടെല്ലാം അങ്ങനെ എൻ്റെ ദേഹത്തടി കൊണ്ടത് അങ്ങനെയാണ്. അറസ്റ്റ് ചെയ്ത പോലീസ് വാഹനത്തിൽ കയറ്റിയ പ്രവർത്തകനെ സഹപ്രവർത്തകർ മോചിപ്പിച്ചു. തിരികെ KPCC ഓഫീസിലേക്ക് മടങ്ങും വഴി CITU പ്രവർത്തകരുമായി സംഘർഷം. ഇപ്പം ഞങ്ങൾ ജോലി എപ്പോഴും വരുന്ന കാത്തിരിക്കുന്ന തൊഴിലാളികളാണ്. ആ തൊഴിലാളിയെ ബോധപൂർവ്വം ഒരു മനഃപൂർവ്വം പട്ടികയിലെടുത്ത് അടിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് നാളെ ജീവിക്കാനുള്ളതല്ലേ. ഇപ്പം നമ്മൾ ഇതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കുകയാണ്. സമരം കോൺഗ്രസ് ഏറ്റെടുക്കുമെന്ന് നേതൃത്വം അറിയിച്ചു. നരനായാട്ട് നടത്തിയവരോട് കോൺഗ്രസ് കണക്ക് ചോദിക്കുമെന്ന് KPCC അധ്യക്ഷൻ K. സുധാകരൻ MP. 24 തിരുവനന്തപുരം. അതേസമയം KSUവിന്റെ DGP ഓഫീസ് മാർച്ചിനിടെ CITU പ്രവർത്തകന് മർദ്ദനമേറ്റെന്നാരോപിച്ച് CITU സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തി. പാളയം മാർക്കറ്റിൽ നിന്ന് ആരംഭിച്ച മാർച്ച് CITU തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി സുന്ദരൻ പിള്ള ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസിന് ധൈര്യമുണ്ടെങ്കിൽ ചുമട്ടുതൊഴിലാളിയെ തൊട്ടുനോക്കൂ എന്ന് സുന്ദരൻ പിള്ള വെല്ലുവിളിച്ചു. ചുമട്ടുതൊഴിലാളി അവൻ വരുന്നത് ആരോടും മല്ലുപിടിക്കാനല്ല, ആരോടും യുദ്ധം ചെയ്യാനല്ല. യുദ്ധം ചെയ്യാൻ അറിഞ്ഞുകൂടാത്തവരൊന്നും അല്ല നമ്മൾ. 23-ാം തീയതി കഴിഞ്ഞിട്ട് നമുക്കൊന്ന് കാണാം. ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്, കോൺഗ്രസിന് ധൈര്യമുണ്ടെങ്കിൽ ഒരു ചുമട്ടുതൊഴിലാളിയെ തൊട്ടുനോക്കാൻ. ആ കൈ പിന്നെ ഉണ്ടാവില്ല. ഇതെല്ലാം തന്നെ റെക്കോർഡ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. കേസ് വരണമെങ്കിൽ വന്നോട്ടെ. മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക്. ജമ്മു കാശ്മീരിലെ രജൌരിയിൽ സൈനിക വാഹനത്തിന് നേരെ ഭീകരാക്രമണം. 3 സൈനികർക്ക് വീരമൃത്യു, 3 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. മേഖലയിൽ സംയുക്ത ഓപ്പറേഷൻ തുടരുന്നതായി സൈന്യം അറിയിച്ചു. നിതിൻ അംബുജൻ വിവരങ്ങൾ നൽകും. ഡൽഹിയിൽ നിന്ന് നിതിൻ, കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? പ്രദേശത്ത് കുറച്ചധികം നേരമായി ഏറ്റുമുട്ടൽ തുടരുന്നു എന്ന റിപ്പോർട്ടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. സേനാ വിഭാഗങ്ങൾ എന്തെങ്കിലും ഔദ്യോഗികമായി വിശദീകരിക്കുന്നുണ്ടോ ഇപ്പോൾ? നിലവിലിപ്പോഴും സൈന്യം ഔദ്യോഗികമായി അറിയിക്കുന്ന കാര്യം ജമ്മു കാശ്മീരിലെ രജൌരി മേഖലയിൽ ഇപ്പോഴും ഏറ്റുമുട്ടൽ തുടരുന്നുണ്ട് എന്നാണ്. രജൌരിയിലെ തനമാണ്ടി മേഖലയിൽ വെച്ചാണ് സൈന്യം സഞ്ചരിച്ച 2 വാഹനങ്ങൾക്ക് നേരെ ഭീകരരുടെ ഭാഗത്തുനിന്നും ആക്രമണം ഉണ്ടായത്. ഈ ആക്രമണത്തിൽ 3 സൈനികർ വീരമൃത്യു വരിക്കുകയും 3 സൈനികർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. സൈന്യം ശക്തമായി തിരിച്ചടിച്ചു. ഇപ്പോഴും മേഖലയിൽ സംയുക്ത സേനകളുടെ ഭാഗത്തുനിന്നുള്ള നടപടി തുടരുകയാണ്. കഴിഞ്ഞ ദിവസവും സമാനമായി തന്നെ ഒരു സംയുക്ത സേനയുടെ ഒരു ഓപ്പറേഷൻ ആരംഭിച്ചിരുന്നു. ഈ ഓപ്പറേഷനായി കൂടുതൽ സൈനികർ ഈ
മേഖലയിലേക്ക് എത്തുന്നതിനിടയിലാണ് പതിഞ്ഞിരുന്ന ഭീകരർ സൈനികർക്ക് നേരെ ഇത്തരത്തിൽ വെടിയുതിർത്തത്. ഈ ആക്രമണത്തിലാണ് 3 സൈനികർക്ക് വീരമൃത്യു വരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. കഴിഞ്ഞ ഒരു മാസത്തിനിടെ ഈ മേഖലയിൽ നടക്കുന്ന രണ്ടാമത്തെ ഭീകരാക്രമണമാണിത്. എന്തായാലും കൂടുതൽ സൈനികർ ഇപ്പോൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ ശക്തമായി തിരിച്ചടിക്കുന്നു എന്നാണ് സൈന്യം അറിയിക്കുന്നൊരു വിവരം. എന്തായാലും വൈകാതെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും 3 സൈനികർക്ക് ഇപ്പോൾ പരിക്കേറ്റിട്ടുണ്ട്. പരിക്കേറ്റവരെ ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. പരിക്കുകൾ ഗുരുതരമല്ല എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. വിജയകുമാർ. ജമ്മു കാശ്മീരിലെ രജൌരിയിലാണ് സൈനിക വാഹനത്തിന് നേരെ ഭീകരാക്രമണം ഉണ്ടായത്. 3 സൈനികർക്ക് വീരമൃത്യു ഉണ്ടായി, 3 പേർക്ക് പരിക്കേറ്റു. മേഖലയിൽ സംയുക്ത ഓപ്പറേഷൻ തുടരുന്നു എന്നാണ് സേനാ വിഭാഗങ്ങൾ അറിയിക്കുന്നത്. നിതിൻ അംബുജനാണ് വിവരങ്ങൾ നൽകിയത്. അയവില്ലാതെ ഗവർണറും സർക്കാരും. ആക്രമിക്കാൻ ആഹ്വാനം ചെയ്യുന്ന മുഖ്യമന്ത്രിയുമായി സംവാദത്തിനില്ലെന്ന് നിലപാട് കടുപ്പിച്ച് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. സെനറ്റ് വിവാദത്തിൽ SFI നീക്കം വിജയിക്കില്ലെന്ന് ഉറപ്പാക്കുമെന്നും അദ്ദേഹം പ്രതികരിച്ചു. അതേസമയം ഗവർണർക്കെതിരെ SFI ഇന്ന് തിരുവനന്തപുരത്ത് വിവിധയിടങ്ങളിൽ കരിങ്കൊടി പ്രതിഷേധം നടത്തി. സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാനുള്ള ഗവർണറുടെ നീക്കത്തെ പ്രതിരോധിക്കുമെന്ന് ആവർത്തിച്ച് SFI പ്രതിഷേധം ശക്തമാക്കുകയാണ്. ഗവർണറുടെ ഡൽഹിയിലേക്കുള്ള യാത്രാമധ്യേ തിരുവനന്തപുരം ജനറൽ ആശുപത്രിക്ക് മുൻവശത്ത് വെച്ചായിരുന്നു ഇന്നത്തെ SFIയുടെ കരിങ്കൊടി പ്രതിഷേധം. വിമാനത്താവളത്തിലെത്തിയ ഗവർണർ മുഖ്യമന്ത്രിക്കെതിരെ ആഞ്ഞടിച്ചു. ഗുണ്ടകളെയും ആക്രമികളെയും മുഖ്യമന്ത്രി പ്രോത്സാഹിപ്പിക്കുന്നുവെന്ന കുറ്റപ്പെടുത്തൽ. What is important about it? Okay, that is his view. I don't want to join issue with him. Man who is promoting the kind of violence and he's hiring gundas to attack my car. SFI പ്രവർത്തകർക്ക് സെനറ്റ് അംഗങ്ങളെ തടയാൻ എന്ത് അധികാരമെന്നും ഗവർണർ ചോദിച്ചു. Who were they? They were sent by him or by somebody else. With such a person, I don't want to join any issue. I don't want to reply to anything whatever he says. I have already told you that a man who organizes attack on the governor, he does not deserve any response from me. സംസ്ഥാന സർക്കാരിന് സാമ്പത്തിക ഉത്തരവാദിത്തം നിറവേറ്റാൻ കഴിയുന്നില്ലെന്നും ഗവർണർ ആവർത്തിച്ചു. 24 തിരുവനന്തപുരം. കാലിക്കറ്റ് സർവകലാശാല സെനറ്റ് യോഗത്തിനെത്തിയവരെ തടഞ്ഞ SFI നടപടിക്കെതിരെ ചാൻസലറായ ഗവർണർ ഹൈക്കോടതിയെ സമീപിക്കും. ചാൻസലർ നോമിനേറ്റ് ചെയ്ത അംഗങ്ങളെയാണ് SFI പ്രവർത്തകർ തടഞ്ഞത്. ഹൈക്കോടതിയെ സമീപിക്കാൻ ഗവർണർക്ക് നിയമോപദേശം ലഭിച്ചു. SFIക്കെതിരെ ഗവർണർക്ക് പരാതി നൽകിയെന്നും സുരക്ഷ ആവശ്യപ്പെട്ടിട്ടും വൈസ് ചാൻസലർ അക്കാര്യം പരിഗണിച്ചില്ലെന്നും പത്മശ്രീ ജേതാവ് ബാലൻ പൂതേരി ഉൾപ്പെടെയുള്ള സെനറ്റ് അംഗങ്ങൾ ആരോപിച്ചു. ഇന്ന് രാവിലെ നടന്ന സെനറ്റ് യോഗത്തിനെത്തിയ 8 അംഗങ്ങളെയാണ് SFI പ്രവർത്തകർ സെനറ്റ് ഹൗസിന് മുന്നിൽ തടഞ്ഞത്. യോഗം കഴിയും വരെ ഇവരെ അകത്തേക്ക് പ്രവേശിപ്പിച്ചില്ല. കഴിഞ്ഞ ദിവസം സുരക്ഷ ആവശ്യപ്പെട്ടിട്ടും വൈസ് ചാൻസലർ ഡോക്ടർ MK ജയരാജ് അക്കാര്യം അവഗണിച്ചെന്ന് സെനറ്റ് അംഗങ്ങൾ. ഏറ്റവും അത്ഭുതകരം അല്ലെങ്കിൽ ഞെട്ടിപ്പിക്കുന്നതായിട്ട് തോന്നിയത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സ്വന്തം സുരക്ഷാ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ കേരള പോലീസും സ്ഥലത്തുണ്ടായിരുന്നിട്ടും മറ്റു ചിലരാണ് സെനറ്റ് ഹൗസിലേക്കുള്ള പ്രവേശനം നിയന്ത്രിച്ചിരുന്നത് എന്ന് വളരെയധികം ഞെട്ടിക്കുന്ന കാര്യമായിരുന്നു. കടുത്ത ജനാധിപത്യ നിഷേധവും പൗരാവകാശ ലംഘനവുമാണ് സർവകലാശാലയിലുണ്ടായതെന്ന് കേന്ദ്രമന്ത്രി V മുരളീധരൻ പ്രതികരിച്ചു. ഈ തരത്തിലുള്ള ക്രിമിനലുകളെ സർവകലാശാലകളുടെ നിയന്ത്രണം, ആ നിയന്ത്രണം ക്രിമിനലുകളെ ഏൽപ്പിച്ചു കൊടുക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ നിലപാടിനെതിരായിട്ട് കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികൾ ശബ്ദമുയർത്തും. ഇതിനിടെ ചാൻസലർ നോമിനേറ്റ് ചെയ്ത സെനറ്റ് അംഗങ്ങൾക്ക് നേരെ നടന്ന പ്രതിഷേധത്തിൽ ഗവർണർ ഹൈക്കോടതിയെ സമീപിക്കും. നിയമോപദേശം ലഭിച്ച പശ്ചാത്തലത്തിൽ കടുത്ത നടപടിയിലേക്ക് നീങ്ങാനാണ് ഗവർണറുടെ തീരുമാനം. 24 തിരൂർ. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സുരക്ഷാ നിർദ്ദേശങ്ങൾ പാലിക്കാതെ ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രി രാഷ്ട്രപതിക്ക് കത്തയച്ചു. കോഴിക്കോട് മിഠായി തെരുവിലെ ഗവർണറുടെ അപ്രഖ്യാപിത സന്ദർശനം ഉൾപ്പെടെ കത്തിൽ പരാമർശിക്കുന്നുണ്ട്. നിവൃത്തികേടുകൊണ്ടാണ് ഇക്കാര്യം ശ്രദ്ധയിൽപ്പെടുത്തുന്നതെന്നും കത്തിൽ പറയുന്നു. 24 എക്സ്ക്ലൂസീവ്. ഏറെക്കാലമായി തുടരുന്ന ഗവർണർ സർക്കാർ പോര് പുതിയ തലത്തിലേക്ക് കടന്നിരിക്കുകയാണ്.
കോഴിക്കോട് മിഠായിത്തെരുവിൽ ആരിഫ് മുഹമ്മദ് ഖാന്റെ സന്ദർശനത്തിലെ പ്രോട്ടോകോൾ ലംഘനങ്ങൾ വിശദമായി പരാമർശിച്ചാണ് മുഖ്യമന്ത്രി രാഷ്ട്രപതിക്ക് കത്തയച്ചത്. ഗവർണർ സുരക്ഷാ നിയന്ത്രണങ്ങൾ ആവർത്തിച്ച് ലംഘിക്കുന്നത് കേരളത്തിൽ ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതായും കത്തിൽ ആരോപിക്കുന്നു എന്നാണ് വിവരം. എന്നാൽ മുഖ്യമന്ത്രി രാഷ്ട്രപതിക്ക് കത്തയച്ച കാര്യം ഔദ്യോഗികമായി സർക്കാർ സ്ഥിരീകരിക്കുന്നില്ല. കേരളത്തിന്റെ സമാധാനാന്തരീക്ഷം തകർക്കുന്നവരുടെ കൂട്ടത്തിലാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന വിമർശനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നവകേരള സദസ്സിൽ ആവർത്തിച്ചു. കേരളത്തിന്റെ സമാധാനപരമായ അന്തരീക്ഷം തകർക്കണം എന്ന് ആഗ്രഹിക്കുന്ന കൂട്ടത്തിൽ ഗവർണർ ഉൾപ്പെട്ടിരിക്കുന്നുവെന്ന് നേരത്തെ തന്നെയുള്ള അദ്ദേഹത്തിൻ്റെ ചെയ്തികൾ വ്യക്തമാക്കുന്നുണ്ട്. പ്രകോപനം സൃഷ്ടിച്ച് സംഘർഷാന്തരീക്ഷം ഉണ്ടാക്കുക, അതാണ് അദ്ദേഹം ഉദ്ദേശിച്ചതെന്ന് വ്യക്തമാണ്. രാഷ്ട്രപതിക്ക് കത്തയച്ചതിലൂടെ അനുരഞ്ജനത്തിനില്ല എന്ന സന്ദേശം സർക്കാർ നൽകുകയാണ്. സർക്കാരിനെ വെട്ടിലാക്കാൻ ഗവർണറുടെ അടുത്ത നീക്കം എന്തായിരിക്കും എന്നതും നിർണായകമാണ്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം ആർമി സ്റ്റേഷൻ മേധാവി ബ്രിഗേഡിയറെ രാജ്ഭവനിലേക്ക് വിളിപ്പിച്ച് ഗവർണർ ചർച്ച നടത്തിയിരുന്നു. ദീപക് ധർമ്മടം, 24. വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. ഇപ്പോൾ വരുന്ന ഒരു പ്രധാന റിപ്പോർട്ടിലേക്കാണ് ഇനി നമ്മൾ കടക്കുന്നത്. ചെക്ക് റിപ്പബ്ലിക്കിൽ ചാൾസ് യൂണിവേഴ്സിറ്റിയിൽ വെടിവെപ്പ്, നിരവധി ആളുകൾക്ക് വെടിയേറ്റു എന്നാണ് റിപ്പോർട്ടുകൾ. യൂണിവേഴ്സിറ്റിയിലെ ഫിലോസഫി ഡിപ്പാർട്ട്മെന്റിലാണ് വെടിവെപ്പ് ഉണ്ടായത്. അക്രമിയെ സുരക്ഷാ ഉദ്യോഗസ്ഥർ വെടിവെച്ച് വീഴ്ത്തി എന്നാണ് പുതിയ വിവരം. ന്യൂസ് ഡെസ്കിൽ നിന്ന് ആൻസി അന്ന വിവരങ്ങൾ നൽകും. ആൻസി, എന്താണ് ലഭ്യമായ പുതിയ വിവരങ്ങൾ? വലിയ വെടിവെപ്പ് ഉണ്ടായിട്ടുണ്ട് അവിടെ, അക്രമിയെ കൊലപ്പെടുത്തി എന്ന വിവരം വരുന്നുണ്ട്. നിരവധി പേർ മരിച്ചു എന്നാണ് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ. എന്തൊക്കെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇപ്പോൾ നൽകുന്ന വിവരം? വിജയകുമാർ പറഞ്ഞതുപോലെ തന്നെ ചാൾസ് യൂണിവേഴ്സിറ്റിയിലാണ് വെടിവെപ്പ് ഉണ്ടായിരിക്കുന്നത്. അതായത് ചെക്ക് റിപ്പബ്ലിക്കിലെ പ്രാഗ് എന്ന് പറയുന്ന സ്ഥലത്താണ് ചാൾസ് യൂണിവേഴ്സിറ്റി ഉള്ളത്. അവിടെയാണ് വെടിവെപ്പ് ഉണ്ടായിരിക്കുന്നത്. ഫിലോസഫിക്കൽ ഡിപ്പാർട്ട്മെന്റിലാണ് വെടിവെപ്പ് ഉണ്ടായിരിക്കുന്നത്. നിരവധി പേർക്ക് പരിക്കേറ്റുവെന്നും നിരവധി പേർ കൊല്ലപ്പെട്ടു എന്നും മാത്രമാണ് ഇപ്പോൾ വരുന്ന വിവരങ്ങൾ. കണക്കുകൾ വ്യക്തമാക്കുന്നില്ല. എത്ര പേർക്ക് പരിക്കേറ്റുവെന്നോ എത്ര പേർ മരണപ്പെട്ടു എന്നതിൻ്റെ കണക്കുകൾ വ്യക്തമാക്കുന്നില്ല. ആശ്വസിക്കാൻ കഴിയുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് ഈ അജ്ഞാതനായ അക്രമിയെ പോലീസ് വെടിവെച്ച് കൊലപ്പെടുത്തി എന്ന വാർത്തയാണ് ആശ്വസിക്കാൻ കഴിയുന്ന വാർത്തയായി നമുക്ക് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. അക്രമി ആരാണെന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല. അത്തരമുള്ള വാർത്തകൾ വരും മണിക്കൂറുകളിൽ നമുക്ക് വരുമെന്ന് പ്രതീക്ഷിക്കാം. ഫിലോസഫിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് അടച്ചിട്ടിരിക്കുകയാണ്. യൂണിവേഴ്സിറ്റിയിൽ നിന്നും വിദ്യാർത്ഥികളെ ഒഴിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ പോലീസിൻ്റെ മുന്നറിയിപ്പുണ്ട്. പ്രദേശത്തുള്ളവർ തെരുവുകളിലേക്കൊന്നും പോകരുത്, മറ്റു പ്രദേശങ്ങളിലേക്കൊന്നും പോവാതെ വീട്ടിൽ തന്നെ ഒതുങ്ങിക്കൂടണമെന്ന പോലീസിൻ്റെ മുന്നറിയിപ്പുമുണ്ട്. മറ്റു വിവരങ്ങൾ വരും മണിക്കൂറിൽ വ്യക്തമാകുമെന്നാണ് വിചാരിക്കുന്നത്. വിജയകുമാർ. യെസ്, ചാൾസ് സർവകലാശാലയിലാണ് വെടിവെപ്പ് ഉണ്ടായിരിക്കുന്നത്. നിരവധി പേർക്ക് വെടിയേറ്റു. മരണസംഖ്യയെ സംബന്ധിച്ച് സ്ഥിരീകരണമൊന്നുമില്ല, പക്ഷേ മരണം ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഈ അക്രമിയെ വെടിവെച്ച് കൊന്നു എന്ന വിവരവും വരുന്നുണ്ട്. ആ സർവകലാശാല ഏറെക്കുറെ ഇപ്പോൾ ഒഴിപ്പിച്ചിട്ടുണ്ട്. സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ നിയന്ത്രണത്തിലാണ് ചാൾസ് സർവകലാശാല. കൂടുതൽ വിവരങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നതേ ഉള്ളൂ. ആൻസി അന്നയാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് ഇപ്പോൾ പുതിയ വിവരങ്ങൾ പങ്കുവച്ചത്. മറ്റു വാർത്തകളിലേക്ക് വാർത്താമഴ കടക്കുന്നു. കൊണ്ടും കൊടുത്തും യാത്ര. നവകേരള സദസ്സ് തലസ്ഥാനത്തെത്തിയതോടെ വ്യാപക പ്രതിഷേധവുമായി കോൺഗ്രസും BJPയും. ആറ്റിങ്ങലിലും വെഞ്ഞാറമൂട്ടിലും നെടുമങ്ങാട്ടും പ്രവർത്തകർ പ്രതിഷേധിച്ചു. നെടുമങ്ങാട് നവകേരള സദസ്സ് നടക്കുന്ന വേദിക്ക് സമീപം കോൺഗ്രസും DYFI പ്രവർത്തകരും ഏറ്റുമുട്ടി. നവകേരള സദസ്സിൽ കോൺഗ്രസ് ലീഗ് നേതാക്കൾ ഒറ്റതിരിഞ്ഞു പങ്കെടുക്കുന്നത് കാര്യമാക്കേണ്ടത് രമേശ് ചെന്നിത്തല പറഞ്ഞു. നവകേരള സദസ്സിനോട് പ്രതിപക്ഷത്തിന് അസഹിഷ്ണുത എന്തിനെന്ന് വ്യക്തമാക്കണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. നവകേരള സദസ്സ് തലസ്ഥാനത്തേക്ക് കടന്നതോടെയാണ് കോൺഗ്രസ് പ്രതിഷേധം കടുപ്പിച്ചത്. ആറ്റിങ്ങലിലും തോന്നയ്ക്കലും നവകേരള സദസ്സിനെതിരെ പ്രവർത്തകർ പ്രതിഷേധിച്ചു. തോന്നയ്ക്കലിൽ കോൺഗ്രസ് പ്രവർത്തകരെ കരുതൽ തടങ്കലിലാക്കിയതിനെതിരെ മംഗലാപുരത്ത് റോഡ് ഉപരോധിച്ചു. വെഞ്ഞാറമൂട്ടിൽ മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ മുഖ്യമന്ത്രിക്ക് കരിങ്കൊടി കാണിച്ചു. നെടുമങ്ങാട് പ്രതിഷേധിക്കാനെത്തിയ കോൺഗ്രസും DYFI പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടി. ആറ്റിങ്ങലിൽ നടന്ന പ്രഭാത യോഗത്തിലാണ് നെടുമങ്ങാട് ബ്ലോക്ക് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് MS ബിനുവും മുസ്ലിം ലീഗ് സംസ്ഥാന കൌൺസിൽ അംഗം R നൌഷാദും പങ്കെടുത്തത്. ഒറ്റതിരിഞ്ഞ് ആരെങ്കിലും നവകേരള സദസ്സിൽ പങ്കെടുക്കുന്നത് കാര്യമാക്കേണ്ടെന്നായിരുന്നു രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം. ഒറ്റതിരിഞ്ഞ് ആരെങ്കിലും ഒക്കെ പങ്കെടുക്കാൻ വലിയ ഗൗരവം കാണിക്കേണ്ട കാര്യമൊന്നും.
പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയെന്ന് ചൂണ്ടിക്കാണിച്ച് MS ബിനുവിനെ DCC പ്രസിഡന്റ് സസ്പെൻഡ് ചെയ്തു. നവകേരള യാത്ര വരുമ്പോൾ അസഹിഷ്ണുത എന്തിനെന്നായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ചോദ്യം. ഉദ്ദേശം നാടിന്റെ സമാധാനപരമായ അന്തരീക്ഷം തകർക്കാനുള്ള ശ്രമം തുടരുമെന്നുള്ളത് തന്നെയാണ്. അതേസമയം നാളെയും പരിപാടിക്കെതിരെ പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് പ്രതിപക്ഷ തീരുമാനം. 24 തിരുവനന്തപുരം. പെൻഷൻ മുടങ്ങിയതിനെതിരെ ഇടുക്കിയിലെ മറിയക്കുട്ടി നൽകിയ ഹർജിയിൽ സർക്കാരിനെ വിമർശിച്ച് ഹൈക്കോടതി. മറിയക്കുട്ടിക്ക് പെൻഷൻ നൽകിയേ തീരുവെന്ന് കോടതി വ്യക്തമാക്കി. ആഘോഷങ്ങൾക്കും മറ്റും ചെലവാക്കാൻ സർക്കാരിന്റെ പക്കൽ പണമുണ്ടെന്നും പെൻഷൻ എപ്പോൾ നൽകാനാകുമെന്ന് വ്യക്തമാക്കണമെന്നും കോടതി നിരീക്ഷിച്ചു. കേസ് നാളെ വീണ്ടും പരിഗണിക്കും. വിധവാ പെൻഷൻ കുടിശ്ശിക വിഷയത്തിൽ കോടതിയിൽ നിന്നുണ്ടായത് അതിരൂക്ഷ വിമർശനം. 78 വയസ്സുള്ള സ്ത്രീയാണ് ഹർജിക്കാരിയെന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ഓർമ്മപ്പെടുത്തൽ. ക്രിസ്മസിന് പെൻഷൻ ചോദിച്ചു വന്നത് നിസ്സാരമായി കാണാനാകില്ല. 1600 രൂപയല്ലേ ചോദിക്കുന്നുള്ളൂവെന്നും മറിയക്കുട്ടിയുടെ പരാതി ആര് കേൾക്കുമെന്നും കോടതിയുടെ ചോദ്യം. കേന്ദ്ര സർക്കാർ വിഹിതം കിട്ടിയില്ലെന്ന് സംസ്ഥാന സർക്കാർ അഭിഭാഷകൻ ന്യായീകരിച്ചു. മറിയക്കുട്ടിക്ക് വേറെ വരുമാനമൊന്നുമില്ലെന്നായിരുന്നു അവരുടെ അഭിഭാഷകന്റെ പ്രതിരോധം. ഇരുഭാഗവും കേട്ട കോടതി തുടർന്ന് കർശന നിലപാടെടുത്തു. മറിയക്കുട്ടിക്ക് പെൻഷൻ നൽകിയേ തീരൂ. ആഘോഷങ്ങൾക്കും മറ്റും പണം ചെലവാക്കാൻ സർക്കാരിനുണ്ട്. 1600 രൂപ സർക്കാരിന് ഒന്നുമല്ലായിരിക്കും. എന്നാൽ മറിയക്കുട്ടിക്ക് അതൊരു വലിയ തുകയാണ്. ക്രിസ്മസ് സീസണാണെന്ന് ഓർക്കണമെന്നും സർക്കാരിന് മറിയക്കുട്ടി VIP അല്ലെങ്കിലും കോടതിക്ക് അങ്ങനെയാണെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ പരാമർശം. ഹൈക്കോടതി ഇടപെടലിന് നന്ദിയുണ്ടെന്നായിരുന്നു മറിയക്കുട്ടിയുടെ പ്രതികരണം. കോടതിയോട് എനിക്ക് നല്ല സന്തോഷമുണ്ട്. എനിക്ക് എത്രയോ ആക്കി തന്നെ കോടതിയോട് ബഹുമാനമുണ്ട്. എനിക്ക് ഈ ഗവൺമെൻറ്റിന് എനിക്ക് വിശ്വാസമില്ല. എനിക്ക് ഇന്ന് വരെ ഞങ്ങളെ ഇട്ട് കഷ്ടപ്പെടുത്തുക ഈ ഗവൺമെൻറ്. ഇപ്പം ഇഷ്ടംപോലെ പൈസയുണ്ട്, അല്ലെങ്കിൽ ഇപ്പം ഈ വിനോദയാത്രയ്ക്ക് ഇറങ്ങേണ്ട കാര്യമില്ല. അതേസമയം പണം എന്ന് നൽകുമെന്ന് സർക്കാർ വ്യക്തമാക്കണമെന്നും കേന്ദ്രത്തിന്റെ അഭിഭാഷകൻ ഹാജരാകണമെന്നും ചൂണ്ടിക്കാട്ടി കേസ് നാളത്തേക്ക് മാറ്റിയിട്ടുണ്ട്. എസ് ശ്രീകാന്ത്, 24 കൊച്ചി. വണ്ടിപ്പെരിയാർ പോക്സോ കേസിൽ പോലീസിന് വീഴ്ച സംഭവിച്ചെന്നാരോപിച്ച് യൂത്ത് കോൺഗ്രസ് നടത്തിയ പ്രതിഷേധത്തിനിടെ സംഘർഷം. CPIM യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഏറ്റുമുട്ടി. കല്ലേറുണ്ടായതിന് പിന്നാലെ പോലീസ് ലാത്തിവീശി. വിചാരണ കോടതി വെറുതെ വിട്ട അർജുൻ തന്നെയാണ് 6 വയസ്സുകാരിയെ കൊലപ്പെടുത്തിയതെന്ന് പെൺകുട്ടിയുടെ സഹോദരൻ ആരോപിച്ചു. ജലപീരങ്കിയിലെ വെള്ളം തീർന്നിട്ടും പ്രതിഷേധക്കാർ പിരിഞ്ഞില്ല. ഡിവൈഎഫ്ഐ പ്രവർത്തകനായ പ്രതിയെ രക്ഷിക്കാൻ പോലീസ് ഒത്തുകളിച്ചു എന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ ആരോപണം. ഈ പെൺകുട്ടി അതിക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട് കൊന്നിട്ട് ഈ നാട്ടിലെ ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ച MLA വാഴൂർ സോമൻ, അയാളെ വാഴൂർ സോമൻ എന്ന് വിളിക്കുന്നതിനേക്കാൾ ആ വാഴൂർ സോമൻ എന്ന് വിളിക്കുന്നതായിരിക്കും ഏറ്റവും അഭിപ്രായം. പ്രതിഷേധം കഴിഞ്ഞു മടങ്ങുന്നതിനിടെ CPIM യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടി. പോലീസ് ലാത്തി വീശി. വണ്ടിപ്പെരിയാറിലെ, അതായത് വണ്ടിപ്പെരിയാറിലെ DYFIക്കാർ ആ പ്രതിയായ വണ്ടിപ്പെരിയാറിലെ പെൺകുട്ടിയെ പീഡിപ്പിച്ചു കൊന്ന അർജുനോടൊപ്പമാണ്. അവനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണല്ലോ, അല്ലെങ്കിൽ DYFIക്ക് എതിരായിട്ടുള്ള സമരമാണോ നടന്നത്? പോലീസ് സ്റ്റേഷനിലേക്ക് സമരം നടത്തുമ്പോൾ DYFIക്കാരൻ ഓഫീസിൽ നിന്നിട്ട് കല്ലെറിയുക, ഓഫീസിനകത്ത് നിന്നിട്ട് സോഡാ കുപ്പി എറിയുന്നു. ഈ പോലീസുകാർ നോക്കി നിൽക്കുക. അനാവശ്യ പ്രകോപനം ഉണ്ടാക്കിയാൽ തിരിച്ചടിക്കുമെന്ന് വണ്ടിപ്പെരിയാറിലെ CPIM പ്രവർത്തകർ. CPMന്റെ നേതാക്കൾ അല്ലെങ്കിൽ CPMന് ഭരണമില്ലെങ്കിലും ഞങ്ങൾ ഇതുപോലുള്ള ഈ രാഷ്ട്രീയ ഇടപെടൽ നടത്തും. നിന്നെയെല്ലാം അന്നും കാണേണ്ടി വരും. അതുകൊണ്ട് പ്രിയമുള്ള സഖാക്കളെ, ഈ പ്രതിഷേധം ഇനിയും നമ്മൾ കരുതിക്കൂട്ടിയിരിക്കേണ്ടതുണ്ട്. അതേസമയം 6 വയസ്സുകാരിയെ പീഡിപ്പിച്ചു കൊലപ്പെടുത്തിയത് അർജുൻ തന്നെയെന്ന് പെൺകുട്ടിയുടെ സഹോദരൻ ആവർത്തിച്ചു. അർജുൻ പറയുന്നത് മുഴുവൻ കള്ളമാണെന്നും പല കാര്യങ്ങളും പോലീസിനോട് പറയരുതെന്ന് തന്നോട് ആവശ്യപ്പെട്ടെന്നും സഹോദരൻ പറഞ്ഞു. 24 ഇടുക്കി. വാർത്താമഴ തുടരുന്നു. കണ്ണു നിറഞ്ഞ താരങ്ങൾ. വിരമിക്കൽ പ്രഖ്യാപിച്ച് ഗുസ്തി താരം സാക്ഷി മാലിക്.
ഗുസ്തി ഫെഡറേഷൻ അധ്യക്ഷനായി സഞ്ജയ് കുമാറിനെ തെരഞ്ഞെടുത്തതിന് പിന്നാലെ വൈകാരിക പ്രഖ്യാപനമുണ്ടായി. ബ്രിജുഭൂഷന്റെ അനുയായിയാണ് സഞ്ജയ് കുമാർ എന്ന് സാക്ഷി മാലിക് ആരോപിച്ചു. പരാതി നൽകിയ താരങ്ങൾക്ക് നീതി ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നില്ലെന്ന് ബജ്റംഗ് പൂനിയ പറഞ്ഞു. കഴിഞ്ഞ ഏപ്രിൽ 23-നാണ് ബ്രിജ്ഭൂഷണെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഗുസ്തി താരങ്ങൾ രാജ്യതലസ്ഥാനത്ത് രാപ്പകൽ സമരം ആരംഭിച്ചത്. ലൈംഗിക ആരോപണ വിധേയനായ ബ്രിജ്ഭൂഷണെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തി ഒടുവിൽ കേന്ദ്ര കായിക മന്ത്രിയുടെ ഉറപ്പിന്മേലായിരുന്നു താരങ്ങൾ സമരത്തിൽ നിന്ന് പിന്മാറിയത്. ഗുസ്തി ഫെഡറേഷൻ അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ ബ്രിജ്ഭൂഷന്റെ അനുയായി സഞ്ജയ് കുമാർ തെരഞ്ഞെടുക്കപ്പെട്ടതോടെയാണ് സാക്ഷി മാലിക്കിന്റെ ഏറെ വൈകാരികമായ അപ്രതീക്ഷിത വിരമിക്കൽ പ്രഖ്യാപനം. अगर प्रेसिडेंट ब्रिजभूषण जैसे आदमी जैसा ही रहता है, उसका बिल्कुल सहयोगी है, उसका बिजनेस पार्टनर है, वो अगर इस फेडरेशन में रहेगा तो मैं अपनी कुश्ती को त्यागती हूँ और मैं आज के बाद कभी भी आपको वहाँ नहीं दिखूंगा. കാലിൽ ധരിച്ചിരുന്ന ബൂട്ടെടുത്ത് മാധ്യമങ്ങൾക്ക് മുന്നിൽ വെച്ചു. കേന്ദ്ര കായിക മന്ത്രി നൽകിയ വാഗ്ദാനങ്ങൾ പാലിച്ചില്ലെന്ന് താരങ്ങൾ ആവർത്തിച്ചു. बड़े दुख के साथ कहना पड़ रहा है ये आज कि हमारी बेटियों को न्याय, मुझे नहीं लगता कि 1-2 पीढ़ी के जो अब आने वाली पीढ़ी है उनको भी लड़ाई लड़नी पड़ेगी जब भी न्याय हो सकता है. ब्रजभूषण का राइट हैंड है, उसके बेटे से भी ज़्यादा खास है. उसको प्रेसिडेंट में आना मतलब आने वाली लड़कियों का जो भविष्य है उनको फिर से शोषण का शिकार होना पड़ेगा और जो चीज़ें पर्दे के पीछे होती आई हैं वो खुले में होगा. ലൈംഗിക അതിക്രമ കേസിലെ കുറ്റവാളി അടുപ്പക്കാരെ വെച്ച് ഫെഡറേഷനിൽ തുടരുന്നുവെന്ന് KC വേണുഗോപാൽ വിമർശിച്ചു. കേന്ദ്ര അവഗണനയിൽ നീതിക്കായുള്ള പോരാട്ടം തുടരുമെന്ന മുന്നറിയിപ്പും ഗുസ്തി താരങ്ങൾ നൽകി. 24 ഡൽഹി. പ്രതിപക്ഷ പ്രതിഷേധം തുടരുന്നതിനിടെ ലോക്സഭയിൽ നിന്ന് 3 അംഗങ്ങളെ കൂടി സസ്പെൻഡ് ചെയ്തു. ഇതോടെ ഇരുസഭകളിലുമായി നടപടി നേരിടുന്ന MP-മാരുടെ എണ്ണം 146ആയി. ശുഷ്കമായ പ്രതിപക്ഷ നിരയെ സാക്ഷിയാക്കി സുപ്രധാനമായ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമന ബിൽ ലോക്സഭ പാസാക്കി. നിയമന രീതി സംബന്ധിച്ച് സുപ്രീം കോടതി വിധി മറികടക്കുന്നതിനാണ് നിയമനിർമ്മാണം. ക്രിമിനൽ നിയമ ഭേദഗതി ബില്ല് രാജ്യസഭയും പാസാക്കി. ചരിത്ര മുഹൂർത്തമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതികരിച്ചു. തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ബില്ല് രാജ്യസഭയ്ക്ക് പിന്നാലെ ലോക്സഭയും കടന്നു. മാർച്ചിൽ സുപ്രീം കോടതി പുറപ്പെടുവിച്ച ഉത്തരവിന് വിപരീതമായാണ് ബില്ലിലെ നിർദ്ദേശം. ബില്ലനുസരിച്ച് കമ്മീഷണർമാരുടെ നിയമനം പ്രധാനമന്ത്രി, പ്രതിപക്ഷ നേതാവ്, പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്ന ക്യാബിനറ്റ് മന്ത്രി എന്നിവരടങ്ങിയ സമിതിയാണ് തീരുമാനിക്കുക. ഇരുസഭകളിലും പാസായ ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവയ്ക്കുന്നതോടെ നിയമപ്രാബല്യം കൈവരും. സസ്പെൻഷൻ നടപടികളുടെ പശ്ചാത്തലത്തിൽ പ്രതിപക്ഷ നിര ഇന്നും ഇരുസഭകളിലും ശുഷ്കമായിരുന്നു. ലോക്സഭയിൽ പ്രതിപക്ഷാംഗങ്ങൾ മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിച്ചെങ്കിലും സഭാ നടപടികളെ തടസ്സപ്പെടുത്താനായില്ല. തുടർന്നായിരുന്നു നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിക്കാനുള്ള നീക്കം. DK സുരേഷ്, ദീപക് വാലി, നകുൽനാഥ് എന്നീ 3 അംഗങ്ങളാണ് സസ്പെൻഷൻ നടപടിക്ക് വിധേയരായത്. ഇതോടെ ആകെ സസ്പെൻഷൻ നടപടിക്ക് വിധേയരായ പാർലമെന്റ് അംഗങ്ങളുടെ എണ്ണം 146ആയി. ഉച്ചയ്ക്ക് ശേഷം രാജ്യസഭ നിലവിലുള്ള ക്രിമിനൽ നിയമങ്ങൾക്ക് പകരമായുള്ള 3 ബില്ലുകൾ പരിഗണിച്ചു. ലോക്സഭ ഇന്നലെ പാസാക്കിയ ബില്ലുകളാണ് പരിഗണിച്ചത്. ലോക്സഭ ഇന്നലെ പാസാക്കിയ ബില്ലുകൾ ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെയാണ് രാജ്യസഭയിലും അവതരിപ്പിച്ചത്. മറുവശത്ത് പാർലമെന്റിന്റെ സുരക്ഷ ഡൽഹി പോലീസിൽ നിന്നും CISF ഏറ്റെടുക്കും. സുരക്ഷാ വീഴ്ച സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് തീരുമാനം. ഇതിനു മുന്നോടിയായുള്ള സുരക്ഷാ ഓഡിറ്റിംഗ് CISF ആരംഭിച്ചു. പാർലമെന്റ് സമ്മേളനം നാളെയാണ് അവസാനിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഭരണ പ്രതിപക്ഷ പാർട്ടികൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് നിലവിലുള്ള സാഹചര്യങ്ങളെ വിവരിക്കാനാകും ഇനിയുള്ള ദിവസങ്ങളിൽ രാജ്യവ്യാപകമായി ശ്രമിക്കുക. ഡൽഹിയിൽ നിന്ന് R. രാധാകൃഷ്ണൻ, 24. ഗസയിൽ ഇസ്രായേൽ ഹമാസ് ഏറ്റുമുട്ടൽ അതിരൂക്ഷമായി തുടരുന്നു. വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്ന പ്രമേയം UN രക്ഷാസമിതിയിൽ വോട്ടിനിടുന്നത് വീണ്ടും നീട്ടിവെച്ചു. ഗസയിൽ യുദ്ധം അവസാനിപ്പിക്കാൻ അടിയന്തര ശ്രമം നടക്കുകയാണെന്ന് അമേരിക്ക അറിയിച്ചു. സംഘർഷഭൂമിയായ ഗസയിൽ കോൺവോയ്ക്കൊപ്പം നീങ്ങുന്ന മലയാളി ഡോക്ടർ SS സന്തോഷ് കുമാർ ഗസയിലെ അവസ്ഥ വിവരിക്കുന്നു. UN മെഡിക്കൽ ടീമിന്റെ മെഡിക്കൽ ഡോക്ടറായാണ് കോൺവോയ്ക്കൊപ്പം സന്തോഷ് കുമാർ നീങ്ങുന്നത്. ആശുപത്രികളുടെ പ്രവർത്തനം നിലച്ച ഗസയിൽ ആശുപത്രി തുടങ്ങാനായി സംഘം പള്ളിക്ക് സമീപം ഒരു കെട്ടിടം കണ്ടെത്തി. എന്നാൽ അതിനു സമീപം ബോംബാക്രമണമുണ്ടായതോടെ ശ്രമം വിഫലമായി. കുട്ടികളടക്കം നിരവധി പേർ ഇന്നലെയുണ്ടായ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. പരിക്കേറ്റവരെ ചികിത്സിക്കാൻ സംവിധാനമില്ല. കെട്ടിടത്തിന് സമീപമുള്ള 6 സ്കൂളുകളിലായി നിലവിൽ 10,000-ങ്ങളാണ് ക്യാമ്പ് ചെയ്യുന്നത്. വഴിയിൽ ഏകദേശം 20 കിലോമീറ്ററോളം തന്നെ നിർത്തിയിട്ടിരിക്കുന്ന വാഹനങ്ങളാണ് കാണുന്നത്, ലോറികൾ. അതായത് ഈ ഗാസയിലേക്കുള്ള വെള്ളം, ഭക്ഷണം, മറ്റത്യാവശ്യ സാധനങ്ങൾ, മരുന്നുകൾ, അങ്ങനെ
തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും വഴിയിൽ ഇങ്ങനെ ഏകദേശം 400 മുതൽ 500 ട്രക്കുകളിൽ ഇങ്ങനെ കെട്ടിക്കിടപ്പാണ് ഉള്ളത്. വഴിനീളെ ഗസയിലേക്കുള്ള ഭക്ഷണവും വെള്ളവും മറ്റ് അവശ്യവസ്തുക്കളുമായുള്ള വാഹനങ്ങളുടെ നീണ്ട ക്യൂ ആണ്. അവശ്യവസ്തുക്കൾ ഗസയിലേക്ക് ഇസ്രായേൽ കടത്തിവിടുന്നില്ല. യുദ്ധത്തിൽ തകർന്ന വൈദ്യുതി ബന്ധം ഇതുവരെ പുനഃസ്ഥാപിച്ചിട്ടില്ല. ഭക്ഷണത്തിനും വെള്ളത്തിനും കടുത്ത ക്ഷാമം. ഒഴിഞ്ഞ കടമുറികളാണ് എല്ലായിടത്തും. UN അധികൃതർ വിതരണം ചെയ്യുന്ന അരിയും ഗോതമ്പും മാത്രമാണ് സംഘർഷബാധിത പ്രദേശത്തെ ജനങ്ങളുടെ ആശ്രയം. ശുദ്ധജലമില്ലാത്തതിനാൽ ടൈഫോയിഡ്, കോളറ തുടങ്ങി ജലജന്യ രോഗങ്ങൾ പടരുന്നു. ഖാൻ യൂനിസിൽ ആക്രമണം നടക്കുന്നതിനാൽ റഫയിലേക്കുള്ള ജനങ്ങളുടെ കൂട്ടപ്പലായനം തുടരുകയാണ്. 16 കിലോമീറ്റർ ചുറ്റളവിൽ 2 മില്യണിലധികം ജനങ്ങളാണ് ടെന്റുകളിൽ കഴിയുന്നത്. ന്യൂസ് ഡെസ്ക് 24. തുടർച്ചയായും 1-ാം ദിവസവും ശബരിമലയിൽ വൻ ഭക്തജനത്തിരക്ക്. 90,000 പേരാണ് ഇന്ന് വെർച്വൽ ക്യൂവിൽ ബുക്ക് ചെയ്തത്. തീർത്ഥാടകരുടെ ക്യൂ ശബരിപീഠം വരെ നീണ്ടതോടെ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. ഹൃദയാഘാതത്തെ തുടർന്ന് അപ്പാച്ചിമേട്ടിൽ തീർത്ഥാടകൻ മരിച്ചു. ഇന്നു പുലർച്ചെ മുതൽ പരീക്ഷണാടിസ്ഥാനത്തിൽ നിയന്ത്രണങ്ങളിൽ ചില ഇളവുകൾ നൽകിയിരുന്നു. ഇത് സന്നിധാനത്തും വലിയ നടപ്പന്തലിലും വലിയ തിരക്കിന് കാരണമായി. തീർത്ഥാടകരുടെ ക്യൂ അപ്പാച്ചിമേട് വരെ നീണ്ടു. ഇതോടെ പമ്പ മുതൽ ശബരിപീഠം വരെ കർശന നിയന്ത്രണം ഏർപ്പെടുത്തുകയായിരുന്നു. നിലയ്ക്കലിലേക്ക് വാഹനങ്ങൾ കടത്തിവിടുന്നതിനും നിയന്ത്രണം ഏർപ്പെടുത്തി. മണിക്കൂറിൽ 4000-ലധികം പേർ 18-ാം പടി കയറുന്നുണ്ട്. നിയന്ത്രണങ്ങൾ കടുപ്പിച്ചതോടെ 10 മുതൽ 15 മണിക്കൂർ വരെ സമയമെടുത്താണ് തീർത്ഥാടകർ ദർശനം നടത്തുന്നത്. വരി നിൽക്കുന്നവർക്കുള്ള ലഘുഭക്ഷണവും കുടിവെള്ളവും ഉറപ്പാക്കുന്നുണ്ടെന്ന് ദേവസ്വം അറിയിച്ചു. ഇടുക്കി വണ്ടിപ്പെരിയാറിന് സമീപം ചെങ്കരയിൽ ശബരിമല തീർത്ഥാടകരുടെ വാഹനം മറിഞ്ഞ് 8 പേർക്ക് പരിക്കേറ്റു. ഒരാളുടെ നില ഗുരുതരമാണ്. തമിഴ്നാട്ടിൽ നിന്നുള്ള സംഘമാണ് അപകടത്തിൽപ്പെട്ടത്. മണ്ഡലപൂജയ്ക്ക് ഇനിയുള്ളത് ദിവസങ്ങൾ മാത്രം ബാക്കി. സ്കൂൾ കോളേജുകൾ നാളെ അടയ്ക്കും. തമിഴ്നാട്ടിൽ കാലാവസ്ഥ കൂടി അനുകൂലമാകുന്നതോടെ വൻ ഭക്തജന തിരക്കാണ് വരും ദിവസങ്ങളിൽ ശബരിമലയിലേക്ക് പ്രതീക്ഷിക്കുന്നത്. മനു ദാമോദറിനൊപ്പം രാഹുൽ സുരേഷ്, 24 സന്നിധാനം. റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു. നാളെ വീണ്ടും കാണാം. ഗുഡ് നൈറ്റ്.